സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കർത്തൃ നാമത്തിൽ സ്വാഗതം. ദൈവജനമേ, വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട്. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു, ഞങ്ങളിൽ വന്ന് നിറയണമേ. സങ്കീർത്തനങ്ങൾ 42 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? രാപകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി. എവിടെ നിൻ്റെ ദൈവം എന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി. ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു. ആഹ്ലാദാരവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു. ജനം ആർത്തുല്ലസിച്ചു. ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു. എൻ്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു. അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മിസാർ മലയിലും വെച്ച് അങ്ങേ ഞാൻ അനുസ്മരിക്കുന്നു. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു. അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു പോകുന്നു. കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു. രാത്രികാലത്ത് അവിടത്തേക്ക് ഞാൻ ഗാനം ആലപിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. അവിടുന്ന് എന്നെ മറന്നതെന്തുകൊണ്ട്? ശത്രുവിൻ്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നതെന്തുകൊണ്ട് എന്ന് എൻ്റെ രക്ഷാശിലയായ ദൈവത്തോട് ഞാൻ ചോദിക്കും. നിൻ്റെ ദൈവം എവിടെ എന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു. മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ ഏൽക്കുന്നു. എൻ്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. സഹോദരങ്ങളെ, ജീവിതത്തിലെ ദാഹവും അന്വേഷണവും സങ്കീർത്തനം 42 അധ്യായം വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. ജലസ്രോതസ്സിനായി തേടുന്ന മാനിൻ്റെ ദാഹം പോലെ ദൈവത്തെ തേടുന്ന ആഗ്രഹം നിതാന്തമായി നമ്മുടെ ആത്മാവിനും ഉണ്ടായിരിക്കണം. ഇത് വെറുമൊരു മതാചാരമല്ല, ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ആത്മീയ ബന്ധമാണ്. ഈ ആത്മീയ യാത്രയിൽ ദൈവസാന്നിധ്യം മാത്രം നൽകുന്ന സമാധാനവും സന്തോഷവും ജീവിതത്തിലെ മറ്റൊന്നിനും പകരം വയ്ക്കാനാവില്ല. ദാവീദിൻ്റെ ദൈവത്തിൽ അടിയുറച്ചുള്ള സ്വഭാവം ഈ അധ്യായത്തിൽ വളരെ വ്യക്തമാണ്. കഷ്ടകാലത്തും ദാവീദ് ദൈവത്തിൽ പ്രത്യാശ വെച്ചു ആശ്രയിച്ചു. സ്വന്തം മനസ്സിനോട് തന്നെ വിറങ്ങലിക്കരുത് എന്ന് പറയുന്ന ദാവീദിൻ്റെ ആത്മവിശ്വാസം നമ്മുടെ ജീവിതങ്ങളിൽ നല്ല പാഠമാക്കാവുന്ന മനോഹരമായ ഒരു വാക്കാണ്. ഡു നോട്ട് വറി, ഡോണ്ട് വറി. നിത്യേന ഉള്ള വിറങ്ങലിപ്പിക്കുന്ന സാഹചര്യങ്ങളിലും ദൈവ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസിയാണ് ദാവീദ്. ഈ രീതിയാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതും. ആത്മാവിനോട് ദാവീദ് സംസാരിച്ചത് നമുക്ക് ശ്രദ്ധിക്കാം. തൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ ഉയർത്തി നിലനിർത്താൻ അറിയുന്നൊരു മനുഷ്യനായിരുന്നു ദാവീദ്. അതുകൊണ്ട് ദാവീദിൻ്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഡോണ്ട് വറി, ഗോഡ് ഈസ് വിത്ത് മീ. ഡോണ്ട് വറി, ഗോഡ് ഈസ് വിത്ത് അസ്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മിൽ പലരും ജീവിതത്തിലെ പല സമ്മർദ്ദങ്ങൾക്കിടയിൽ മനസ്സ് ഉലച്ചിലും ഏകാന്തതയിലും പെട്ട് നട്ടം തിരിയുകയല്ലേ. ജോലിയിലെ സമ്മർദ്ദം, സാമ്പത്തിക പ്രതിസന്ധി, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇവയെല്ലാം നമ്മെ നിരാശയിൽ കൊണ്ടെത്തിക്കുന്നു അനുദിനം.
എന്നാൽ ദാവീദിനെ പോലെ നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കണം. തളരേണ്ട, വിറങ്ങലിക്കേണ്ട എന്ന് പറഞ്ഞ് ഉരുവിട്ടുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാം നമുക്കും. കാരണം നമ്മുടെ രക്ഷയുടെ ദിവസം ഒട്ടും അകലെയല്ല. നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു സഹോദരങ്ങളെ, നമ്മെ കൂട്ടിക്കൊണ്ടുപോവാൻ, നമ്മെ നിത്യമായ സൗഭാഗ്യത്തിൽ ചേർക്കാൻ. അതുകൊണ്ട് വിഷമിക്കരുത്, തളർന്നു പോകരുത്. നമ്മുടെ കണ്ണീർ പോലും പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. നമ്മുടെ ഏങ്ങലുകൾ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. നമ്മുടെ അപ്പൻ കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു ബിംബം അല്ല. പ്രത്യുത നമ്മെ ഓരോരുത്തരെയും തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച ജീവനുള്ള ഒരേ ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു എന്ന നാമമല്ലാതെ. മറക്കരുത്, വേദപുസ്തകം സത്യമാണ്. നമ്മുടെ കർത്താവ് നീതിമാനാണ്. നമ്മുടെ പ്രവൃത്തിക്ക് ഉതകുന്ന രീതിയിൽ അവിടുന്ന് നാം അർഹിക്കുന്ന നമുക്ക് നമ്മുടെ റിവാർഡ്, സമ്മാനം തന്നിരിക്കും. അത് ഏറ്റവും ഉന്നതമാക്കാൻ, മഹത്തരമാക്കാൻ നാം ഇന്ന് പരിശ്രമിച്ചേ മതിയാവൂ. വീണുപോയാലും എണ്ണീറ്റേ മതിയാവൂ. തളർന്നവനെ നാം താങ്ങുകയും വേണം. പുതിയ നിയമത്തിൽ മത്തായി 28:20 കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോടുകൂടെ എന്നും ഉണ്ടാവും, ലോകത്തിൻ്റെ അന്ത്യം വരെയും. നാമാണ് അത് അവിശ്വസിക്കുന്നത്. എന്നാൽ അവിടുന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി നൽകിക്കഴിഞ്ഞു. I will be with you forever to the end of this world. സങ്കീർത്തനത്തിലെ ദൈവ സാന്നിധ്യ അന്വേഷണവും യേശുവിൻ്റെ ഈ വാഗ്ദാനവും തമ്മിൽ നേരിട്ടൊരു ബന്ധമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ദാഹം കർത്താവാണ് തീർക്കുന്നത്. കർത്താവിന് മാത്രമേ ആ ദാഹം തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ബിംബങ്ങളായി മാറരുത്. അത് ദൈവത്തിന് വേണ്ടി നിറവേറ്റുന്ന ഈ ലോകത്തിലെ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ്. നമ്മുടെ ദാഹം തീർക്കുന്നത് കർത്താവാണ്. ജീവജലത്തിൻ്റെ ഉറവയായ കർത്താവായ യേശു നമ്മെ ഓരോരുത്തരെയും ആത്മീയമായി പുതുക്കുന്നു. കർത്താവുമായുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ വരണ്ടു പോകുന്നു. വചനം ധ്യാനിച്ച് തിരുത്തേണ്ടവ ഇന്ന് തന്നെ തിരുത്തി മടങ്ങി വരാം സഹോദര സഹോദരി, നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് ഈ നിമിഷം. കർത്താവെ, ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ. ദൈവവചനം അനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ. യേശുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.